ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും റൈസ് ഓഫ് ദ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ്. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇന്ന് നമ്മളുടെ ലൈഫിൽ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നു, അതുപോലെ ചതിക്കുന്നു. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും, റിലീജിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീഡിയ ആയിക്കോട്ടെ, പലരും ഇന്ന് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് പബ്ലിസിറ്റി ചെയ്തിട്ട് പണം റീച്ച് നേടുന്നവരുണ്ട്. കാരണം കൂടുതൽ ആൾക്കാർക്കും ഇന്ന് കേൾക്കുകയാണെങ്കിൽ നെഗറ്റീവ് വാർത്തകളായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ പണം നേടുന്നവരുണ്ട്. ഇന്ന് പണത്തിന് കൂടുതലും 90% ആൾക്കാരും ഇന്ന് മോശം രീതിയിലൂടെയാണ് പണം സമ്പാദിക്കുന്നത്. ഒരു 10% മാത്രമാണ് സത്യസന്ധമായിട്ട് രീതിയിൽ കഷ്ടപ്പെട്ട് നേടുന്നുള്ളൂ. പലരും മറ്റുള്ളവരെ ചതിച്ചും മറ്റുള്ളവരുടെ ഇമോഷൻ വിറ്റുമാണ് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് അതിനുള്ള തിരിച്ചടികൾ എന്തായാലും കിട്ടും. കർമ്മ എന്നുള്ളതുണ്ട്, അത് പ്രപഞ്ചം കൊടുത്തിരിക്കും. അത് എന്താ പറയുക, അപ്പോൾ നമ്മളിപ്പോൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നീട് നല്ലതായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അതാണ് പ്രപഞ്ചം എല്ലാം നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഫലം നമ്മുടെ ലൈഫിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതിപ്പോൾ മോശം പ്രവൃത്തിയാണേലും നല്ല പ്രവൃത്തിയാണേലും. പലരും വിചാരിക്കും ഇപ്പോൾ ഞാനെന്ത് മോശം ചെയ്താലും തനിക്കൊന്നും സംഭവിക്കില്ലെന്നുള്ളത്. എന്നാൽ ഒരിക്കലും അത് പിടിക്കപ്പെടും. കാരണം കർമ്മ എന്നുള്ളതുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള നമ്മുടെ ലൈഫിലോട്ട് ഫലം വന്നുകൊണ്ടിരിക്കും. പണം നല്ലത് തന്നെയാണ്. പണം മോശമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, നല്ലതിന് യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് സഹായിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ പബ്ലിസിറ്റിക്കും ഫെയിമിനും വേണ്ടി അതുപോലെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പണം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഈ പ്രപഞ്ചം അതിനുള്ള റിസോഴ്സസും നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കും. താങ്ക് യു.